ശ്മശാനത്തിലുള്ള സ്ഥലമാണ് ആദ്യം നീക്കിവെച്ചത്. ഹിരണ്യത്തിയുടെ തീരത്ത് പാറക്കെട്ടുകളും മുൾച്ചെടികളുമുള്ള സ്ഥലം ശ്മശാനമാക്കുവാൻ വേണ്ടി വേർതിരിച്ചു നിർത്തി. കുരുക്ഷേത്രത്തിൽ ശിബിരങ്ങൾ പൊങ്ങുകയായിരുന്നു. മുനിമാർക്കും പുരോഹിതന്മാർക്കുമുള്ള കുടീരങ്ങൾ ആദ്യം തന്നെ ഉയർന്നു. രാജാക്കന്മാർക്കുള്ള പടവീടുകളുടെ മധ്യത്തിൽ ഹോമയാഗങ്ങൾക്ക് സൗകര്യമുള്ള വലിയ രാജകുടീരത്തിന്റെ പണി അവസാനമാണ് തീർന്നത്. യുധിഷ്ഠിരന്റെ വാസവും തന്ത്രാലോചനകളും അവിടെ തന്നെയായിരുന്നു. ബ്രാഹ്മണ കൂടാരങ്ങൾക്കടുത്തായി കുട്ടികളുടെ ഗ്രഹങ്ങൾ. പുല്ലും വിറകും വേണ്ടത്ര കിട്ടുന്നതിനായിരുന്നു കുരുക്ഷേത്രം. സൈന്യങ്ങൾ 7 സംഘങ്ങളായി ഒത്തുകൂടി. വലിയ തീക്കുണ്ടങ്ങൾക്ക് ചുറ്റുമിരുന്ന് അവർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. സാത്യകി അവരുടെ സുഖസൗകര്യങ്ങൾ പ്രത്യേകം അന്വേഷിച്ചിരുന്നു. നദീതീരത്തിൽ ശ്മശാന സ്ഥലത്തിനപ്പുറത്തായി കുതിരകളും ആനകളും തങ്ങി. പ്രധാന കുടീരങ്ങൾക്കിടയിലും മുന്നിലുമായി യുദ്ധത്തേരുകൾ. 2ാം നിരയായി ഇറങ്ങേണ്ടി വരുന്ന തേരുകളെ ദൃഷ്ടദ്യുമ്നൻ യജ്ഞസ്ഥാനത്തിന്റെ പിന്നിലേക്ക് മാറ്റി. 7 രാജാക്കന്മാർക്ക് കീഴിൽ യുദ്ധം ചെയ്ത സൈന്യങ്ങളാണ്. അവരെ ഒത്തിണക്കാവുന്ന ഒരു സർവ്വ സൈന്യാധിപനായി ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ പലരും പല അഭിപ്രായങ്ങൾ ആരായുന്നു. പടയൊരുക്കവും ആലോചനകളും എല്ലാം നടന്നത് വിരാടന്റെ രാജധാനിയിൽ വെച്ചാണ്. സഹദേവൻ അതുകൊണ്ട് പെട്ടെന്ന് വിരാടനെ നിർദ്ദേശിച്ചു. നകുലൻ കുറെ കൂടി ആലോചിച്ചു. മറുഭാഗത്ത് മഹാമായൻ ഭീഷ്മർ, മഹാഗുരു ദ്രോണ, മഹാ ആചാര്യനായിട്ടുള്ള കുപൻ തുടങ്ങിയ പ്രായം ചെന്ന ആചാര്യന്മാരുള്ളപ്പോൾ നയിക്കുന്നത് ദ്രുപദനായിരിക്കും ഉത്തമെന്ന് അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ നിർദ്ദേശിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേരായിരുന്നു, ശിഖണ്ഡി. ദ്രുപദന്റെ ഈ മൂത്ത മകനെ അഭിമന്യുവിന്റെ വിവാഹ സമയത്ത് വിരാടത്തിലെത്തിയപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. അയാൾ എല്ലാവരിൽ നിന്നും അകന്നു നിന്നു. ദൃശ്യദ്യുമ്നോടുകൂടി സംസാരിക്കാറില്ല. എന്നും അയാൾ വേട്ടയും യുദ്ധവുമായി അന്യനാടുകളിൽ സഞ്ചരിച്ചു. ആരുടെ യുദ്ധത്തിന് ശിഖണ്ഡി ചേരും? അയാളുടെ മെലിഞ്ഞ ശരീരവും ഒരിക്കലും ചരിക്കാത്ത മുഖവും കുഴിഞ്ഞ കണ്ണുകളും കണ്ടാൽ അറിയാം കൊല്ലുന്നത് ശിഖണ്ഡിക്ക് ഒരു വിനോദമാണ്. അയാൾ പരിശീലനം നടത്തുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എല്ലാ ആയുധങ്ങൾക്കും അയാൾക്ക് ഒരേപോലെയാണ്. മറുചേരിയിൽ ആചാര്യന്മാരും പിതാമഹനുമൊക്കെ നേർക്കുനേരെ നിൽക്കുമ്പോൾ പൂർവ്വബന്ധങ്ങളും കടപ്പാടുകളും ഓർമ്മ വന്ന് മറ്റു പലർക്കും അസ്വസ്ഥത തോന്നാനിടയുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധതന്ത്രമെന്ന നിലയ്ക്കാണ് ഞാൻ ശിഖണ്ഡിയെ പറഞ്ഞത്. എല്ലാ സംവിധാനവും കൃഷ്ണന്റെ വകയായിരുന്നു. കൃഷ്ണന്റെ തീരുമാനത്തിന് വിടാമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ഇപ്പറഞ്ഞ 3 പേരും സർവഥാ യോഗ്യരാണ്. പക്ഷാന്തരമില്ല. നമുക്കുള്ളതിലേറെ സൈന്യങ്ങൾ അപ്പുറത്തുണ്ട്. ചെറുപ്പക്കാരൻ ഒരാളാണ് നമുക്ക് വേണ്ടത്. ആഞ്ഞടിച്ച് കയറുവാനും തന്ത്രം മാറ്റുവാനും പറ്റിയ ഒരാളെ ഞാൻ പറയുന്നു. അതിന് പറ്റിയത് ദൃഷ്ടദ്യുമ്നനാണ്. എല്ലാവരും ആഹ്ലാദത്തോടെ അത് സ്വീകരിച്ചു. പ്രായം ചെന്നവരെ അവഗണിച്ചു എന്ന ആക്ഷേപം വരാതിരിക്കാൻ ആരും പറഞ്ഞില്ല ആ പേരെന്നേ ഉള്ളൂ. ബ്രാഹ്മണർ വന്ന ബലിയും അഭിഷേകവും കഴിച്ച് ദൃഷ്ടദ്യുമ്നനെ സേനാപതിയായി അവരോധിക്കുകയും ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. പിറ്റേന്ന് ഭണ്ഡാരവും യന്ത്രബദ്ധങ്ങളായ ആയുധങ്ങളും കഴുതുകളെ കിട്ടിയ വണ്ടികളിൽ വന്നെത്തി. അതിന്റെ പിന്നാലെ വന്ന വൈദ്യന്മാർക്ക് വേണ്ട പാർപ്പിടം തയ്യാറാക്കാൻ യുധിഷ്ഠിരൻ കൽപ്പിച്ചു. അവസാനത്തെ സംഘക്കാർ യുദ്ധത്തിനിറങ്ങുമ്പോഴും രാത്രി ക്ഷീണം തീർക്കുവാൻ വിശ്രമിക്കുമ്പോഴും വീരഗാഥകൾ പാടുവാനുള്ള മാഗധരും വാദ്യഗീതക്കാരുമായിരുന്നു. നദിക്കപ്പുറത്ത് വിരാടന്റെ അതിർത്തിയിൽപ്പെട്ട ഒരു അതിഥി മന്ദിരത്തിൽ ദ്രൗപദിയെ നിർത്താമെന്ന് തീരുമാനിച്ചു. തട്ടുമാടത്തിൽ കയറി നിന്ന് ഒരുക്കങ്ങളെല്ലാം യുധിഷ്ഠിരൻ നിരീക്ഷിച്ചു. ഗജസേനയുടെ കാര്യത്തിലാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. പഴയ നെറ്റിപ്പട്ടങ്ങൾക്ക് പകരം ഇരുമ്പ് ചട്ടം ഏർപ്പാട് ചെയ്തത് എന്റെ ആലോചനയുടെ ഫലമായിരുന്നു. മുള്ളാണികൾ ഉറപ്പിച്ച പുതിയ ചട്ടങ്ങൾ അവയുടെ ആക്രമണത്തിൽ കൂടുതൽ കരുത്തു കൂട്ടും. തേരുകൾ തകർക്കാൻ കൂടുതൽ സൗകര്യമാവും. അർജുനൻ ആയുധപ്പുരകളിൽ കയറിയിറങ്ങി നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹസ്തിനാപുരത്തിൽ നിന്നും പട നീങ്ങിക്കഴിഞ്ഞു എന്ന വൃത്താന്തം ചാരന്മാർ അറിയിച്ചു. പടനിലത്തെ ഒരുക്കങ്ങൾ കണ്ട് ഞാൻ എൻ്റെ കൂടാരത്തിലെത്തിയപ്പോൾ ഒരാൾ കാത്തു നിൽക്കുന്നു. വർഷങ്ങൾ അയാളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേ അടക്കിയ ചിരി, കുസൃതി മറച്ചു പിടിച്ച വിനയം. വിശോകൻ യുദ്ധത്തിന്റെ വിവരമറിഞ്ഞു വന്നതാണ്. അയാൾ കാശിയിലായിരുന്നു അത്ര. വിശോകൻ വന്നപ്പോൾ ഞാൻ ആശ്വസിച്ചു. യുദ്ധത്തിന് വൻതേർ നടുവിൽ തെളിക്കുന്ന സാരഥി വിദഗ്ധനായിരിക്കണം. അർജുനന്റെ തേർ തെളിക്കാൻ പോകുന്നത് സാക്ഷാൽ കൃഷ്ണനാണ്. സന്ധി പറയാൻ ഇരുവശത്തും സുഹൃത്തായി നടന്ന കൃഷ്ണൻ ഒരു വശം ചേർന്ന് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് ആചാര്യന്മാർ ദുര്യോധന പേരയാൽ പറഞ്ഞു. ധൃതരാഷ്ട്രം പറഞ്ഞു. അപ്പോൾ ആയുധമെടുക്കില്ല എന്ന് സത്യം ചെയ്തു. വിദഗ്ധനായ തേരാളിയാണ് ചിലപ്പോൾ യുദ്ധം ചെയ്യിക്കുവാനും തോൽക്കുവാനും ഇടവരുത്തുന്നതെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു.
ധൃതരാഷ്ട്രൻ ആ പ്രതിജ്ഞ കൊണ്ട് തൃപ്തനായി എന്ന് ഗുണവും കിട്ടി. കൃഷ്ണന്റെ സ്വന്തം യാദവ സൈന്യം മറുപക്ഷത്തിലാണ്. ബലരാമൻ നേരത്തെ വാക്കുകൊടുത്തതിന്റെ പേരിൽ. പക്ഷേ യാദവ സൈന്യത്തിന്റെ കഴിവുകളെപ്പറ്റി കൃഷ്ണൻ തന്നെ മതിപ്പില്ലായിരുന്നു. ബലരാമൻ നിഷ്പക്ഷത കാട്ടാൻ സൈന്യം കൊടുത്തു മാറിയിരുന്നു. അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ചേരിയിൽ ചേർന്നേ വെക്കുമെന്ന് ഭയന്ന് ഒരു തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയിരുന്നു. വിശോകൻ വന്നപ്പോൾ ഞാൻ കൂടുതൽ ശക്തനായതുപോലെ തോന്നി. വൻ തേരിന് ഇരുവശത്തും ചക്രങ്ങൾ കാക്കുവാൻ ഒറ്റ തേരാളുകൾ ഉണ്ടായിരിക്കും. മുമ്പിലും ഒറ്റ തേർ. തേർ യുദ്ധത്തിന് നടുവിലെ സേനാനിയുടെ നീക്കങ്ങൾ ഒപ്പിച്ച് ഒരേ മനസ്സോടെ 4 തേരുകളും നീക്കണം. അതിന്റെ നിയന്ത്രണം പ്രധാന തേരിലെ സൂതന്റേതാണ്. നായകൻ ആലോചിക്കുമ്പോഴേക്ക് സാരഥി പ്രവർത്തിച്ചിരിക്കാമെന്നതാണ് തത്വം. ഇപ്പോൾ 40 കഴിഞ്ഞ വിശോകനേക്കാൾ കാഴ്ചയ്ക്ക് പ്രായം തോന്നുന്നുണ്ട് 35ആയ എനിക്ക്. സേനീഷന്റെ 3 കുതിരകളും 51 തേരുകളും. അപ്പോൾ ഹസ്തിപന്മാർ 2 പേരും പാചകക്കാരുടെ മേലാളും കൂടി എന്നെ കാണുവാൻ വന്നു. ഞാൻ പുറത്തുണ്ടാവും, തിരികെ കഴിയട്ടെ എന്ന് പറഞ്ഞ് വിശോകം പോയി. ആനക്കാരുടെ പ്രശ്നം ഭക്ഷണകാര്യത്തിൽ എന്തോ നോട്ടപ്പിഴയാണ്. അത് തീർത്ത് കാളത്തോലിന്റെ മാർച്ചട്ടകൾ ഓരോന്നായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ദാസൻ വന്ന് ചുരുത് കത്തിച്ചു. അവൻ പോകുമ്പോൾ പറഞ്ഞു, പുറത്തൊരു രാജകുമാരൻ കാത്തു നിൽക്കുന്നു. പുതുതായി വന്ന സൈന്യത്തിലെ യുവാക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി വരുവാൻ പറഞ്ഞു. ശക്തനും സുന്ദരനുമായ ഒരു യുവാവ് കടന്നു വന്നു. ശീരോഭൂഷണത്തിന് താഴെ നെറ്റിയിലേക്ക് പാറികിടക്കുന്ന പോലെ കോലൻ മുടി, കാട്ടുപച്ച് പ്രതിഫലിക്കുന്ന തടാകം പോലെയുള്ള വലിയ കണ്ണുകൾ, കീഴ്ത്താടിയിൽ മാത്രം കരുത്ത ചെമ്പൻ രോമങ്ങൾ. എവിടെയോ കണ്ട് പരിചയമുള്ളതാണല്ലോ ഈ മുഖമെന്ന് ആലോചിക്കുമ്പോഴേക്ക് അയാൾ എൻ്റെ പാദം തൊട്ട് ശിരസിൽ വെച്ച് വന്ദിച്ചു. ഞാൻ സർവ്വതൻ, അവിടുത്തെ പുത്രൻ. ബലന്തരയാണ് എൻ്റെ മാതാവ്. ഞാൻ അവനെ ആശ്ലേഷിച്ചു. എന്നിട്ട് മനസ്സിൽ എന്നെ കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഈ രാജകുമാരന്മാരെയെല്ലാം എപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടെയോ വളരുന്ന മക്കൾ. വിശോകൻ കാശിയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞതും കൂടി ചോദിക്കാൻ തോന്നിയില്ല. ബലന്തരയുടെ മകൻ എങ്ങനെ? ഞങ്ങൾ കുരുവംശക്കാരുടെ മാത്രം അസ്വസ്ഥതയാണോ എന്ന് കൂടി അറിഞ്ഞുകൊണ്ടില്ല. സുതസോമനെ, പാഞ്ചാലിയിൽ എനിക്കുണ്ടായ പുത്രനെ വിരാടത്തിൽ നിന്ന് കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെടുമ്പോഴാണ് ഞാൻ രണ്ടാമതായി കാണുന്നത്. ശിശുവായി കണ്ടതിനു ശേഷം ഉത്തരയെ വിവാഹം ചെയ്യുവാനെത്തിയ അഭിമന്യുവിനെ കണ്ടപ്പോൾ അർജുനനും ആദ്യം തിരിച്ചറിഞ്ഞില്ല. സർവ്വതനെ നോക്കി നിന്നപ്പോൾ സ്വയം നിന്ദിക്കുവാൻ തോന്നി. യുദ്ധം ചെയ്യുവാനുള്ള പ്രായമായില്ലെങ്കിലും വന്നെത്തിയിരിക്കുന്നു ഭീമന്റെ വീരനായ മകൻ. വഴി അമ്പലത്തിൽ നിന്നെടുത്ത പാതേയന്റെ ഉച്ഛിഷ്ടം പോലെ ഞാൻ ഒരിക്കലും മനസ്സിലൊന്ന് തിരിഞ്ഞു നോക്കാത്ത ബലന്തരയുടെ മകൻ. അരുത്, രക്തബന്ധങ്ങൾ ഒരിക്കലും ക്ഷത്രിയനെ ദുർബലനാക്കരുത്. ഞങ്ങൾ ബാല്യത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നു. ആചാരങ്ങൾ പഠിപ്പിക്കുവാൻ വരുന്നത് ഗുരുധാനന്മാർ. സർവ്വതം പറഞ്ഞു. അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നു. വീണ്ടും ഞാൻ അമ്പരന്നു. പുറത്തേക്ക് വന്നപ്പോൾ മങ്ങിയ ഇരുട്ടിൽ എന്നെ നമസ്കരിക്കുവാൻ കുനിഞ്ഞ ബലന്തരയെ ഞാൻ കണ്ടു. അവളെ ചുമലിൽ പിടിച്ചുയർത്തി ഞാൻ പറഞ്ഞു, വരൂ, അകത്തേക്ക് വരൂ. അകത്തേക്ക് വന്ന സർവ്വതനെയും എന്നെയും മാറി മാറി നോക്കിച്ചിരിക്കുന്ന കണ്ണുകളിൽ നനവൂറി. ബലന്തര കാശിയിൽ കഴിയുമ്പോൾ ഒരിക്കലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഒരു ദൂതനെ അയക്കുവാൻ കൂടി ഞാൻ തുനിഞ്ഞിട്ടില്ല. എന്നാലും ഇന്നലെ കണ്ടു പിരിഞ്ഞ പോലെ ബലന്തരയുടെ മുന്നിൽ പ്രസന്നമുഖിയായി നിൽക്കുന്നു. കുരുവംശത്തിലേക്ക് വരുന്ന സ്ത്രീകൾ സർവ്വസംഹകളാവണം. വല്യമ്മ ഗാന്ധാരി പണ്ട് പറഞ്ഞതുപോലെ അല്ല, പറഞ്ഞത് ഈ അടുത്ത കാലത്ത്. ഗാന്ധാരിയല്ല, ദ്രൗപദി. പ്രതിവിന്ധ്യനും സുതസോമനും മറ്റും താമസിക്കുന്ന കുടീരത്തിൽ സർവ്വതനെ എത്തിക്കുവാൻ വേണ്ടി ഞാൻ ദാസനോട് പറഞ്ഞു. ഞാൻ യുദ്ധം ചെയ്യാൻ വന്നതാണ്, എന്നെപ്പറ്റി വിഷമിക്കേണ്ട, സർവ്വതം പറഞ്ഞു വിനയത്തോടെ. സ്ത്രീകൾക്ക് വേണ്ടി ഹിരണ്യത്തിയുടെ മറുകരയിൽ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളെപ്പറ്റി ഞാൻ ബലന്തരയോട് പറഞ്ഞു. സ്ത്രീകൾ പടകുടീരങ്ങളിൽ രാത്രി ഉറങ്ങാറില്ല. ഞാൻ വിതുരഗ്രഹത്തിലുണ്ടാവും, അമ്മയുടെ കൂടെ. അവൾ ഉത്തരീയ തുമ്പിലേക്ക് എട്ടഴിച്ചു. ഞങ്ങൾ കിഴക്കുള്ളവർ യുദ്ധത്തിനു മുമ്പ് രുദ്രനും ദുർഗയ്ക്കും ബലിപൂജകൾ നടത്താറുണ്ട്. ബലിച്ചോരയിൽ കുതിർന്ന ചെങ്കു കുങ്കുമവും വെള്ളിപ്പൂവിതളുകളും പൊതിഞ്ഞ അത്തയിലേക്ക് ഞാൻ കയ്യിൽ വാങ്ങി. വിശോകൻ ആജ്ഞ കാത്തുകൊണ്ട് ഇരുട്ടിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, വിതുരഗ്രഹത്തിലേക്ക്. ബലന്തര വിലക്കി. ഞാൻ വന്ന് തേര് നിൽക്കുന്നുണ്ട്. അവൾ പോയപ്പോൾ കൂടെ നടക്കാമെന്ന് പറഞ്ഞ് സർവ്വതനും യാത്ര പറഞ്ഞു. എന്തോ ആലോചിച്ചുകൊണ്ട് നിന്ന എൻ്റെ സമീപത്തേക്ക് വിശോകൻ വന്നു. എനിക്കിപ്പോൾ 3 മക്കളുണ്ട്. ഹസ്തിനപുരക്കാരി മരിച്ചപ്പോൾ കാശിയിൽ നിന്ന് വീണ്ടും ഒരു വിവാഹം കഴിച്ചു. അതിലുമുണ്ടായി ഒരാൺകുട്ടി. അയാൾക്ക് മുമ്പ് 2 മക്കളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സൂര്യരുടെ കുടുംബക്കാര്യം ആരും അന്വേഷിക്കാറില്ല. മൂത്ത മകന്റെ വിവരം എന്തൊക്കെയാണ്? വിശോകൻ ചോദിച്ചു. മൂത്ത മകൻ എന്ന് വെച്ചാൽ അതെ, കടോൽക്കസൻ തന്നെ. കുശലം പറയുവാനും ചോദിക്കുവാനും കണ്ട വിഷയങ്ങൾ നന്ന്. എന്തായാലും സൂതന്മാർ തന്നെ.
കാട്ടാളന്മാർക്കും സൂതന്മാർക്കും മ്ലേച്ഛന്മാർക്കുമൊക്കെയാണ് ആവശ്യത്തിലേറെ വില കൽപ്പിക്കുന്ന ബന്ധങ്ങൾ. ഒരിക്കൽ സ്നേഹിച്ച പെണ്ണിന്റെ സഹോദരനെ കൊന്നതിന് പകരം ചോദിക്കാൻ വന്നവനാണ് ഒരു കാട്ടാളൻ കിർമീരൻ. വെറും സ്നേഹം, പ്രതിഫലമില്ലാത്ത സ്നേഹം, പെൺകഴുതിക്ക് മാത്രമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചില്ലല്ലോ വിധുളയുടെ കഥ പറഞ്ഞുകൊണ്ട് അമ്മ. ഞങ്ങൾക്ക് ധർമ്മസങ്കടങ്ങൾ വേറെ. സ്ത്രീയെ പ്രണയം വെച്ച രാജാവും പണയം സ്വീകരിച്ച രാജാവും തമ്മിലാണ് ഇപ്പോൾ ചേരിതിരിഞ്ഞ് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നത്. രോക്ഷത്തോടെ ഞാൻ മനസ്സിൽ പറഞ്ഞു, പണയപ്പണ്ടങ്ങൾ അല്ലെങ്കിൽ പാതയെ പൊതികൾ. ആലോചിക്കും തോറും എൻ്റെ അസ്വസ്ഥത കൂടി വന്നു. ആത്മനിന്ദയും ഒരു കൂടം മദ്യം കൊണ്ടുവരാൻ ഞാൻ വിശോകനെ ഓടിച്ചു. രാത്രിയിൽ പടത്താവളത്തിൽ നിന്ന് ശബ്ദങ്ങൾ വാവിൻ നാളിലെ കിടമ്പലം പോലെ കേട്ടു. രാവിലെ യുദ്ധം തുടങ്ങുന്നു. ശാന്തനായി എൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി തികച്ചും ബോധവാനായി ദൃശ്യദ്യുമ്നൻ പാളയത്തിലും കുടീരങ്ങളിലും കയറിയിറങ്ങി. ആജ്ഞാശക്തി മൃദുവാക്കുകളിൽ ഒതുക്കുന്ന ഈ യുവാവിനെ സർവ്വസേനാധിപതിയായി തിരഞ്ഞെടുത്തതിൽ കൃഷ്ണനെ ഞാൻ മനസ്സിൽ അഭിനന്ദിച്ചു. ആദ്യ ദിവസം യുദ്ധം തണുത്തിരിക്കും. ശത്രുവിൻ്റെ ദൗർബല്യങ്ങൾ അറിയാനായിരിക്കും ഇരുപക്ഷവും ശ്രമിക്കുക. ദ്വന്ദ്വ യുദ്ധത്തിൽ പതിവുള്ളതുപോലെ തന്നെ ഓരോ ആളും ഓരോ എതിരാളിയെ തിരഞ്ഞെടുത്ത് ആക്രമിച്ച് കയറണമെന്ന് ദൃശ്യദ്യുമ്നൻ നിർദ്ദേശിച്ചു. പ്രതിപക്ഷം നിൽക്കുന്ന മാതുലൻ ശല്യരായിരിക്കും ലക്ഷ്യമെന്ന് നകുലൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ആണയിടരുത്, ശല്യർ മഹാപരാക്രമിയാണ്. അർജുനൻ പറഞ്ഞു, തൻ്റെ ലക്ഷ്യം എപ്പോഴും കർണനായിരുന്നു. ശകുനിയെ നേരെ തന്നെ സഹദേവൻ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞതാണ്. ത്രികൃത്തന്മാർ വലിയ യുദ്ധവീരന്മാരൊന്നുമല്ല. അവരെ നേരിടാൻ പ്രതിവിന്ധ്യൻ, സുതസോമൻ, സർവ്വതൻ തുടങ്ങിയ ഇളമുറക്കാരുടെ ഒരു സംഘത്തെ വിടാം. സിന്ധുരാജൻ ജയദ്രഥൻ ഭയക്കേണ്ട ഒരു എതിരാളിയാണ്. അവനെ സാത്യകി തീർത്തുള്ളൂ. കർണപുത്രൻ വൃഷസേനൻ അഭിമന്യു ദ്രോണരെ തനിക്ക് വിട്ടുകിടക്കാൻ പറഞ്ഞു ദൃഷ്ടദ്യുമ്നൻ. ദുര്യോധനന്റെ നേർക്കായിരിക്കും ഞാൻ മുന്നേറുകയെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രധാന എതിരാളികൾക്കെല്ലാം പറ്റിയ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞപ്പോൾ ഒരു പേർ ബാക്കി നിന്നു. മഹാമയനായ ഭീഷ്മാചാര്യൻ. ആരും അദ്ദേഹത്തെ എതിർക്കുവാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നില്ല. ഞാൻ കൊല്ലും, എതിർക്കുമെന്നല്ല പറഞ്ഞത്, കൊല്ലുമെന്ന്. അത്രയും നേരം നിശബ്ദനായിരുന്ന ശിഖണ്ഡിയാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാം ശിഖണ്ഡിയെ നോക്കി. അമ്പിന് പിതാമഹരുടെയും ആചാര്യന്മാരുടെയും മാർച്ചട്ടങ്ങൾ തിരിച്ചറിയില്ല. ശിഖണ്ഡി ഉദാസീനമായ സ്വരത്തിൽ പറഞ്ഞു. മരിച്ചവരുടെ തന്നെ ഇളകാതെ നിൽക്കുന്ന അയാളുടെ കൃഷ്ണമണികളിൽ നോക്കിയപ്പോൾ ഞാൻ കാലദൂതനെ പനിയാണ് ഓർമ്മിച്ചത്. വജ്രാകൃതിയിൽ സൈന്യങ്ങളെ നിരത്തി ആക്രമിക്കുകയാണ് നല്ലതെന്ന് അർജുനൻ പറഞ്ഞു. യുദ്ധതന്ത്രങ്ങൾ ആലോചിക്കുന്ന ചുമതല അയാൾക്കാണ്. പൂഴിമണ്ണിൽ അയാൾ ചൂണ്ടുവിരലിന്റെ നഖം കൊണ്ട് വജ്രാകൃതിയിലെ വ്യൂഹത്തിന്റെ രൂപം കുറിച്ച് കാണിച്ചു. ആക്രമണത്തിന്റെ മുൻനിരയിൽ സൈന്യവ്യൂഹത്തിന്റെ മുന്നിൽ നീങ്ങുന്നത് ആരാവണം? അയാളാണ് ആകെ സൈന്യത്തിന്റെ മാർച്ചാട്ട എന്ന് പറയാം. അതാര് നിൽക്കും? ഉത്കണ്ഠയോടെ യുധിഷ്ഠിരൻ ചോദിച്ചു. അർജുനൻ പറഞ്ഞു, സംശയിക്കാൻ എന്ത്, ജ്യേഷ്ഠൻ ഭീമസേനൻ തന്നെ. യുധിഷ്ഠിരൻ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു. ഉദയത്തിന് മുമ്പേ ഞാൻ ഉണർന്നു. യുധിഷ്ഠിരൻ അപ്പോൾ ഒറ്റത്തേരിൽ കൗരവപാളയത്തിലേക്ക് ആചാര്യന്മാരെ വന്ദിക്കുവാൻ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. മഹാമയനായ ഭീഷ്മർ, മഹാഗുരു ദ്രോണർ, മഹാ ആചാര്യനായിട്ടുള്ള കൃപൻ, മഹാരഥനായിട്ടുള്ള ശല്യൻ എന്നീ ഗുരുസ്ഥാനീയരെ വന്ദിക്കണമെന്ന് നിർദ്ദേശിച്ചത് കൃഷ്ണനാണ്. ഭീഷ്മാചാര്യനാണ് കൗരവരുടെ സൈന്യാധിപൻ. ആ സ്ഥാനത്തേക്ക് മത്സരമായിരുന്നു എന്ന് ചാരന്മാർ പറഞ്ഞു കേട്ടു. കർണൻ പിണങ്ങി മാറി നിൽക്കുവാൻ ആദ്യം തന്നെ കാരണമായ വഴക്ക് സർവ്വ സൈന്യാധിപ സ്ഥാനത്തെല്ലിയായിരുന്നു. ജയദ്രഥനും പ്രാഗ്ജ്യോതിഷ രാജാവ് ഭഗദത്തിനും കൂടി ആ സ്ഥാനത്തിന് മത്സരിച്ചപ്പോൾ പാളയത്തിൽ തന്നെ പട തുടങ്ങുന്നതായി. അപ്പോൾ ദുര്യോധനൻ ഭീഷ്മാചാര്യരെ തിരഞ്ഞെടുത്തു. ആർക്കും എതിർക്കാനാവില്ലല്ലോ. തോൾച്ചട്ടകളും മാർച്ചട്ടയും അണിഞ്ഞ് വിശോകൻ കളഭവും ചെങ്കുവവുമായി മാറത്തണിയിച്ചു. യുധിഷ്ഠിരന്റെ കുടീരത്തിലേക്ക് ചെന്ന് ബലി കഴിഞ്ഞ കുണ്ടത്തിലെ അഗ്നിയെ വന്ദിച്ചു. ജ്വാലകൾക്ക് പുകയില്ല, സുവർണപ്രഭ. അർജുനൻ അസ്വസ്ഥനായിരിക്കുന്നു. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നും മുഖത്തെ പാരവിഷ്യം കണ്ടാൽ. വൈഡൂര്യ കണ്ണുകളെപ്പോലെ സിംഹം കുടിക്കൊള്ളുന്ന എൻ്റെ തേര് വിശോകൻ ഒരുക്കി നിർത്തി. ഗുരുവന്തത്തിന് പോയ യുധിഷ്ഠിരൻ തിരിച്ചു വരുവാൻ വേണ്ടി ഞങ്ങളെല്ലാം കാത്തുനിന്നു. വന്നപ്പോൾ ആകാംക്ഷയോടെ അടുത്തെത്തിയത് കൃഷ്ണനാണ്. ആചാര്യർ ഓരോരുത്തരും പറഞ്ഞു, യുദ്ധത്തിന് മുമ്പേ നീ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ശപിച്ചേനെയെന്ന്. ആചാര്യന്മാരുടെ വാക്കുകൾ കേട്ട് ഏറ്റവും ആഹ്ലാദിച്ചത് കൃഷ്ണനായിരുന്നു. വിശോകൻ എൻ്റെ തേരിൽ ആയുധങ്ങൾ വെച്ച സ്ഥാനത്തിൽ ഞാൻ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. എല്ലാവരും സന്നദ്ധം. വജ്രാകൃതിയിൽ സൈന്യങ്ങൾ നിറഞ്ഞു. യുധിഷ്ഠിരന്റെ തേരിന് മുകളിൽ വെൺകൊറ്റ കൊടി ഉയർന്നു. ശംഖുകളും പിന്നെ ഭീരുകളും മുഴങ്ങി. മാഗധർ അടരാൻ പോകുന്നവരുടെ വീര്യം വളർത്തുവാൻ പഴയ യുദ്ധവീരന്മാരുടെ ഗാഥകൾ പാടി. യുദ്ധ നിയമങ്ങൾ ഇരുവശക്കാരുടെ പ്രതിനിധികളും ചേർന്ന് ഇന്നലെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. ക്ഷത്രിയർക്കിറയുന്നതാണ് ധർമ്മയുദ്ധ നിയമങ്ങൾ. എങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെട്ടു. വാക്കുകൊണ്ട് എതിർക്കുമ്പോൾ വാക്ക്,
തേർതെട്ടിൽ നിൽക്കുന്നവനോട് തേർതെട്ടിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യണം. സൈന്യം വിട്ടോടിയവരെ ആക്രമിക്കരുത്. മുറിവേറ്റ് അവശരായവർ, അംഗം മുറിഞ്ഞവർ, ആയുധം പോയവർ, മാർജത്വം നഷ്ടപ്പെട്ടവർ, സാരഥികൾ, ഭേരീവാഹകർ, കാഴ്ചക്കാരനുണ്ടെങ്കിൽ അവരെല്ലാം ശസ്ത്രങ്ങൾക്കിരയാവരുത്. ഉദയം തൊട്ട് അസ്തമയം വരെ മാത്രമേ യുദ്ധം പാടുള്ളൂ. മൃതദേഹങ്ങളെ വിരൂപമാക്കരുത്. കൗരവപ്പടയെ വിദൂരത്തിൽ കാണാവുന്നതിനടുത്തെത്തിയപ്പോൾ ദൃഷ്ടദ്യുമ്നന്റെ ആജ്ഞ അനുസരിച്ച് സൈന്യം നിന്നു. ദുന്ദുഭൂതികൾ താളം മാറ്റി. അർജുനൻ വളരെയേറെ അസ്വസ്ഥനാണ്. ഞങ്ങൾ പരസ്പരം ഒരു നോട്ടം കൈമാറി. യോദ്ധാക്കളുടെയും നായകന്മാരുടെയും ഗർജനത്തോടെ സൈന്യം ഇരമ്പിക്കേറി മുന്നോട്ട്, ചിറമുറഞ്ഞ ജലപാശാലി പോലെ. ദുര്യോധനന്റെ തേർനില എനിക്ക് ദൂരെ നിന്ന് തന്നെ കാണാമായിരുന്നു. അതിനു നേർക്ക് വിശോകൻ തേർവിട്ടു. മൂന്നിലും പാർശ്വങ്ങളും കലിംഗപ്പടയുമാണ് ദുര്യോധനനെ കവചമായി രക്ഷിക്കുന്നത്. ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ കുറേയൊക്കെ കലിംഗകർ വിജയിച്ചു. ഇരുപക്ഷത്തിലും ആളുകൾ വീഴുന്നുണ്ടായിരുന്നു. മറ്റു മുന്നണികളിൽ എന്തു നടക്കുമെന്ന് അറിയുന്നില്ല. യുദ്ധം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ദുര്യോധനെ അടുത്ത് കിട്ടില്ല എന്ന് വ്യക്തമായി. എങ്കിലും ശക്തമായ കലിംഗപ്പടയിൽ ഞങ്ങൾ നിരന്തരമായ ആഘാതങ്ങൾ ഏൽപ്പിച്ചു. അസ്തമനത്തിൽ യുദ്ധം നിർത്തി വീണവരും മുറിവേറ്റവരുമായ സൈനികരെ തേരുകളിലിട്ട് തിരിക്കുമ്പോൾ 3 വണ്ടികൾ മൃതദേഹങ്ങളും കൊണ്ട് ശ്മശാന ഖണ്ഡത്തിലേക്ക് നീങ്ങി. മന്ത്രാലയത്തിലേക്കാണ് ഞാൻ നേരെ ചെന്നത്. അന്ന് പരസ്പരം കുറ്റപ്പെടുത്തലുകളായിരുന്നു കൂടുതൽ എന്നെനിക്കറിയാം. അർജുനനും കൃഷ്ണനും എത്തിക്കഴിഞ്ഞിരുന്നു. യുധിഷ്ഠിരൻ ദുഃഖിതനായിരുന്നു. അർജുനൻ പറഞ്ഞു, വിരാടപുത്രൻ ഉത്തരൻ മരിച്ചു. അതായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രധാന നഷ്ടം. ശല്യനുമായുള്ള യുദ്ധത്തിലാണ് ഉത്തരൻ മരിച്ചത്. വളരെയേറെ ധീരതയോടെ യുദ്ധം ചെയ്ത ഉത്തരൻ നാശനഷ്ടങ്ങൾ ശത്രുവിന് വരുത്തിവെച്ചാണ് മരിച്ചതെന്ന് കൂടെയുണ്ടായിരുന്ന ഒരു സൈനികൻ പറഞ്ഞു. ഗോഗ്രഹണത്തിന്റെ പിറ്റേന്ന് ഒരു സായാഹ്നം ഓർമ്മ വന്നു. സമ്മസ്തൃക്കളെ താലോലിച്ചുകൊണ്ട് ബൃഹന്തളയുടെ യുദ്ധപരാക്രമം വിവരിച്ച് എൻ്റെ കൂടെ വളരെ സമയം അയാൾ നിന്നു. അതേപോലെ യുദ്ധതന്ത്രങ്ങൾ പഠിച്ച് എന്നെങ്കിലും ഒരിക്കൽ താൻ ദിഗ്വിജയം നടത്തുമെന്ന മോഹം പറഞ്ഞ യുവാവാണത്. ദൃഷ്ടദ്യുമ്നന്റെ മുഖത്ത് അസംതൃപ്തിയുണ്ടായിരുന്നു. ശല്യനോടായിട്ട് ഉത്തരനെ പിന്നിലാക്കി ആരെങ്കിലും മുമ്പിൽ കയറേണ്ടതായിരുന്നു എന്നയാൾ പറഞ്ഞു. യുധിഷ്ഠിരൻ തിരുത്തി. തന്നോടേറ്റ് ശല്യന്റെ മുന്നിലേക്ക് ഉത്തരൻ കുതിച്ചു കയറുകയാണ് ഉണ്ടായത്. വിരോചിതം തന്നെ, മരണം. യുദ്ധക്കളത്തിലെത്തിയ 2-ാം മണിയുടെ മുമ്പിൽ നിന്ന അർജുനൻ പിതാമഹനും ആചാര്യന്മാരും അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെയേറെ അസ്വസ്ഥനായി. അത് സാത്തകി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. തിരിച്ച് തേർവിടുവാൻ കൂടി കൃഷ്ണനോട് അപേക്ഷിച്ചു അത്ര. കൃഷ്ണന് വളരെ നേരെ ഉപദേശിക്കേണ്ടി വന്നു. അയാളുടെ പൊടുന്നനെ തോന്നിയ അധൈര്യം മാറ്റി ധീരതയുണർത്തുവാൻ. ഗുരുവോ പിതാമഹനോ ഈ യുദ്ധത്തിൽ വീണാലും അത് ധർമ്മം മാത്രമാണെന്ന് കൃഷ്ണൻ സ്ഥാപിച്ചു. അവനവന്റെ ധർമ്മസമുദ്രമായ കർമ്മം ചെയ്യുമ്പോൾ ഫലങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. ജനിച്ചവർക്കെല്ലാം ഉണ്ട് മരണം, മരിച്ചവർക്കൊക്കെ ജനനവും. കൊല്ലുന്നവനെയും മരിക്കുന്നവനെയും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നശിക്കാതെ നിൽക്കുന്നുണ്ടത് ആത്മാവ് മാത്രമാണ്. ആത്മാവ് മനുഷ്യർ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ ജീർണശരീരങ്ങൾ മാറ്റുമ്പോൾ വ്യാകുലപ്പെടേണ്ടതില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞു. ഇടഞ്ചക്രം കാത്തിരുന്ന യുധാമന്യു എല്ലാം കേട്ടു നിന്നതാണ്. ആ യുവാവ് ആരാധനയോടെ പറഞ്ഞു. കൃഷ്ണൻ വളരെ നേരെ ഉപദേശിച്ചു. എല്ലാം വലിയ തത്വങ്ങൾ, പലതും എനിക്ക് മനസ്സിലായില്ല. ദേഹിയുടെ വസ്ത്രം മാറ്റലാണ് മരണം. ദുഃഖിതനായിരിക്കുന്ന വിതുന്റെ മങ്ങിയ കണ്ണുകളും കുനിഞ്ഞ ശിരസും ഞാൻ കണ്ടു. പുറത്തിറങ്ങിയപ്പോൾ ഹിരണ്യതീരത്ത് മുൾച്ചെടിക്കാട്ടിൽ ആദ്യ ദിവസം ആത്മാക്കൾ ഉപേക്ഷിച്ചിട്ട ജീർണ വസ്ത്രങ്ങൾക്ക് തീ കൊളുത്തിക്കഴിഞ്ഞിരുന്നു. പറക്കുന്ന ക്രൗചവ പക്ഷിയുടെ ആകൃതിയിലായിരുന്നു അന്ന് സൈന്യം ഉറപ്പിച്ചത്. കൊക്കിന്റെ സ്ഥാനത്ത് ഞാനും സംഘവും. ഇടംചിറകിൽ ദൃഷ്ടദ്യുമ്നൻ, അഭിമന്യു, നകുല സഹദേവന്മാർ. വലഞ്ചിറകിൽ അർജുനൻ, സാത്വികി, ദ്രുപദൻ. വജ്രവ്യൂഹത്തേക്കാൾ മികച്ച തന്ത്രം. കാലുകളിൽ പാഞ്ചാലിപുത്രൻ, സർവദൻ, രുക്മി. കണ്ടത്തിൽ യുധിഷ്ഠിരൻ. കലിംഗ രാജാവും മക്കളും അന്ന് വീണു. അവർക്ക് യുദ്ധം ചെയ്യുവാൻ അറിയാം. ആനപ്പടയെ മുമ്പിലേക്ക് ഇടുവാനുള്ള തീരുമാനമാണ് അവരുടെ നാശത്തിലേക്ക് വഴിയൊരുക്കിയത്. മുമ്പിൽ വന്ന കൊമ്പിന്റെ കഴുത്തിലേക്ക് ഞാൻ ചാടിക്കയറുമെന്ന് കരുതിയില്ല. മതകുംഭത്തിന് താഴെ സൂചിപ്പിക്കുന്ന എന്ന ഗജവിശ്രയത്തിൽ പറയാനുള്ള സ്ഥാനത്ത് ആഞ്ഞടിച്ചപ്പോൾ ആന വട്ടം തിരിഞ്ഞലറി. മറ്റു ഗജവീരന്മാർ ചിഹ്നം വിളിച്ച് ഓടിച്ചിതറി. പലരും ചവിട്ടേറ്റ് മരിച്ചു. ഞാനും വീണ്ടും എടുത്തു ചാടി തേർതറ്റത്തിലെത്തിയപ്പോൾ കലിംഗരുടെ നിലയും മറയും നഷ്ടപ്പെട്ടു. രാത്രിയിൽ ഞങ്ങൾ കൈനിലയിൽ ഒത്തുചേർന്ന് ജയാപരാജയങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും അധികം നാശങ്ങൾ ശത്രുവിനെ ഏൽപ്പിച്ചത് കുമാരനായ അഭിമന്യുവായിരുന്നു. സുഭദ്രയുടെ കണ്ണുകളിലൊന്നാണ് അഭിമന്യുവിന് കിട്ടിയിരിക്കുന്നത്. കൺപീലുകൾ തുറന്നടയ്ക്കുമ്പോൾ പെൺകിടാവാണെന്ന് തോന്നിപ്പോയി. മുതിർന്നവർ പ്രശംസിക്കുവാൻ തുടങ്ങിയപ്പോൾ അഭിമന്യു പതുക്കെ പുറത്തേക്കിറങ്ങി. ഞാനും പുറത്തേക്കിറങ്ങി. എന്നെ കണ്ടപ്പോൾ അടുത്തു വന്ന് അഭിമന്യു പറഞ്ഞു, വല്യച്ഛ, സർവദൻ അത്ഭുത വിക്രമിയാണ്. അയാൾ തൃകൃത്തപ്പടയെ തകർക്കുന്നത് ഞാൻ കണ്ട് അമ്പരന്നു പോയി. ഇളയച്ചൻ നകുലന്റെ കൂട്ടത്തിലേക്ക് സർവ്വതനെയും കൂടി അയച്ചാൽ നന്നായി.
അവിടെ നമുക്കല്പം ക്ഷീണമുണ്ട്. എന്തൊരു ആത്മവിശ്വാസം അഭിമന്യു! സർവ്വതൻ, പ്രതിവിന്ധ്യൻ, സുതസോമൻ, ഞങ്ങൾ ആരുമില്ല. കുരുവംശത്തിൻ്റെ ഖ്യാതി ഭാരതഖണ്ഡം മുഴുവൻ പരക്കുന്നത് 15ഉം 16ഉം മാത്രം വയസ്സായ ഈ കുമാരന്മാർ വളരുമ്പോരായിരിക്കും. ഞാൻ ആലോചിച്ചു, ഒരു കാലത്ത് ഒരുപക്ഷെ ഞങ്ങൾ സൂതസ്തുതികളിൽ അറിയപ്പെടുന്നത് ഇവരുടെ പിതാക്കൾ എന്ന പേരിലായിരിക്കും. എൻ്റെ കുടീരം വരെ അഭിമന്യു വെറുതെ കൂടെ നിന്നു. അർദ്ധചന്ദ്രാകൃതിയിൽ സൈന്യം നിരത്തിയ അടുത്ത ദിവസം പറയത്തക്ക ചരപരാജയങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് രാത്രി മന്ത്രാലോചന നടന്നു. ചാരന്മാരിൽ നിന്ന് കിട്ടിയ ഒരു നല്ല വൃത്താന്തം. കൗരവപട പെട്ടെന്ന് വിജയം പ്രതീക്ഷിച്ചതാണ്. അത് കാണാഞ്ഞ് ദുര്യോധനൻ രോക്ഷാകുലനായി. ആയുധമെടുക്കാത്ത കർണനെ ഇപ്പോഴും സ്വന്തം മന്ദിരത്തിൽ ഉല്ലാസയാത്രക്കാരനെ പോലെ ഇരിക്കുന്നു. ആളുകൾ കേൾക്കെ സേനാധിപതി ഭീഷ്മരുടെ കഴിവുകേടിനെ പറ്റി ദുര്യോധനൻ പറഞ്ഞിരിക്കുന്നു. ഭീഷ്മാചാര്യൻ സ്വയം ഒഴിഞ്ഞല്ലാതെ മറ്റാൾക്കും പട നയിക്കുവാനും വയ്യ. ഭീഷ്മാചാര്യനെ ചുറ്റുതേരുകളും മുൻനിരയുമില്ലാതെ കണ്ടുകിട്ടിയ ഒരു സന്ദർഭത്തിൽ പ്രതിജ്ഞ മറന്ന് കൃഷ്ണൻ ആയുധത്തിന് നേരെ കൈ നീട്ടിയത് അർജുനൻ അപ്പോൾ സൂചിപ്പിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ, യുദ്ധത്തിൽ ഗുരു ശിഷ്യന്മാരില്ല, രക്തബന്ധങ്ങളില്ല. അർജുനൻ കടന്നാക്രമണം നടത്തില്ലായിരുന്നുവെങ്കിൽ മനഃപൂർവ്വമാണെന്ന് തോന്നുന്നുമുണ്ട്. 4ാം നാളിൽ ദുര്യോധനുമായി ശരിക്കൊത്ത് ഏറ്റുമുട്ടുവാൻ എനിക്ക് പഴുത് കിട്ടി. അയാൾ വിശോകന്റെ നേരെ മനഃപൂർവ്വം അമ്പുകൾ അയച്ച് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആഴമില്ല മുറിവുകൾക്കെന്ന് ധൈര്യം വിടാതെ അമ്പുകൾ പറിച്ചുവിട്ട വിശോകം പറഞ്ഞു. ദുര്യോധനനെ ചുറ്റി തേരോടിക്കുവാൻ ഞാൻ നിർദ്ദേശിച്ചു. അയാളുടെ പരിച മർക്കകളുടെ നീക്കം സാവധാനത്തിലായപ്പോൾ തുടരെ 3 അമ്പുകൾ കൊള്ളിക്കുവാൻ പറഞ്ഞു. മാർച്ചട്ട പിളർന്നിരിക്കണം. അയാൾ തീർത്തിരിക്കുന്നത് കണ്ട് പിന്തിരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഭഗതത്തിന്റെ കൊമ്പനാന ഉന്നം മറച്ച് ഒരു നെടുങ്കട്ട പോലെ എൻ്റെ മുമ്പിൽ. തിരിഞ്ഞു പോകുന്ന ദുര്യോധനെ പാർശ്വയുദ്ധം നടത്തിയിരിക്കുന്ന സഹായികൾ അവജ്ഞയോടെ നോക്കുന്നത് ഞാൻ കണ്ടു. 3 ദിവസത്തെ കണക്ക് നോക്കിയാൽ ഇരുപക്ഷവും ഒന്നും നേടിയിട്ടില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ കൂടാരത്തിലിരുന്നു. പരിചാരകർ ഭക്ഷണം വിളമ്പുവാൻ തുടങ്ങി. ചുമലിൽ മരുന്ന് വെച്ച് കെട്ടി വന്നു ചേർന്ന വിശോകം പറഞ്ഞു, കേട്ടില്ലേ, ആകെ ബഹളം. ഒരാൾ കൂടി സൈന്യവുമായി വന്നിരിക്കുന്നു നമ്മുടെ സംഘത്തിൽ ചേരുവാൻ. ദൂരെ നിന്നെന്തോ ബഹളം കേട്ടുവെന്ന് തോന്നി. കാളവണ്ടികളിലാണ് വരവ്. അത് കാണുവാൻ തന്നെ സൈനികരെല്ലാം തിങ്ങി നടന്നു. കാട്ടാളന്മാരുടെ സൈന്യം. ഞാൻ എഴുന്നേറ്റ് പുറത്തു കിടക്കുവാൻ ഭാവിക്കുമ്പോൾ ഇരുളിൽ നിന്നും ശബ്ദം കേട്ടു. ഞാൻ വന്നിരിക്കുന്നു അച്ഛാ, ഘടോൽക്കജൻ. കയറി വന്ന ഘടോൽക്കജനെ കണ്ട് ഞാൻ അമ്പരം. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് മഴുവും കയറുമായി എൻ്റെ മുമ്പിൽ നിന്ന കുട്ടി പെട്ടെന്ന് വളർന്ന പുരുഷനായിരിക്കുന്നു. കൂടാരത്തിൻ്റെ മേൽപ്പുരയിൽ തലമുട്ടുന്നുവെന്ന് സംശയം പോലും തോന്നും. നിവർന്നു നിൽക്കുമ്പോൾ അരയിലും മാറത്തും പുള്ളിപ്പുലിത്തോൽ. എൻ്റെ കാൽക്കൽ നമസ്കരിച്ച് നിവർന്നാമൻ പറഞ്ഞു, കുറച്ച് വൈകി, ക്ഷമിക്കണം. കാട്ടിൽ വിവരങ്ങളെത്തുവാൻ വൈകും. അവൻ്റെ ശബ്ദം പുരുഷൻ്റേതായിരിക്കുന്നുവെന്ന് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത്, ഭാഷ കൂടുതൽ ശുദ്ധമായിരിക്കുന്നു. ആയുധങ്ങളും വേണ്ടത്ര അനുചരന്മാരുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭക്ഷണത്തിനുള്ള പോത്തുകളും കാളകളും അടക്കം. അവർക്ക് പാളയത്തിൽ കുടീരങ്ങൾ ഒരുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഘടോൽക്കജൻ തടഞ്ഞു. മണ്ണിൽ കിടക്കുന്നതാണ് ഞങ്ങൾക്ക് സുഖം. ആരും ഞങ്ങളുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് സമയം കളയേണ്ടതില്ല. ഉദയത്തിനു മുമ്പേ എല്ലാവരും തയ്യാറായിരിക്കാമെന്ന് പറഞ്ഞ് ഘടോൽക്കജൻ ഇരുട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം എൻ്റെ ക്ഷമയും ബലവും പരീക്ഷിച്ചത് വില്ലാളിയായ വീരനായിരുന്നില്ല, ഒരാനയായിരുന്നു. പ്രജ്യോതിഭിക്ഷരന്റെ കൊമ്പൻ. ആനപ്പുറത്തിരുന്ന് ഭഗദത്തൻ ഞങ്ങളുടെ നേർക്ക് നേർന്നപ്പോൾ ഞാൻ കണക്കാക്കിയതാണ് ഈ ആനയെ ഭയപ്പെടണം. തലേന്ന് എത്ര ക്ഷണത്തിലാണ് അവൻ ദുര്യോധനനെ മറച്ചത് എന്ന് ഞാൻ ഓർമ്മിച്ചു. ഭൂമി അവൻ്റെ കാൽക്കീഴിൽ വിറയ്ക്കുന്നു. ഞാൻ കണ്ട ആനകളിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു ഈ കൊമ്പൻ. രഥങ്ങൾ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ചാടിയിറങ്ങി. വിശോകൻ എറിഞ്ഞു തന്ന 3 കുന്തങ്ങളും ചാട്ടിയിട്ടപ്പോൾ മസ്തകത്തിലെ ഇരുമ്പ് ചട്ടത്തിൽ തട്ടിത്തെറിച്ചുപോയി. തേർ യുദ്ധക്കാരൻ പരിചയം കൊണ്ട് മറയ്ക്കുന്നതിനേക്കാൾ വിദഗ്ധമായി ആന തുടക്കുന്നു. ചെവി കുഴിയുന്നു. ആന ചവിട്ടി അരയ്ക്കുവാൻ വേണ്ടി മുമ്പിലെത്തിയപ്പോൾ രക്ഷപ്പെടുവാൻ ഞാൻ ഊളിയിട്ടു. കാലുകൾക്കിടയിലൂടെ കടന്ന് അടിഭാഗത്ത് സ്ഥാനം പിടിച്ചു. ആനപ്പന്തയിൽ കഴിച്ച ബലിയത്തിലെ പാടങ്ങളാണ് എൻ്റെ തുണയ്ക്കെത്തിയത്. തിരിഞ്ഞു പിടിക്കുവാൻ നോക്കുന്ന ആനയോടൊപ്പം ഞാനും തിരിഞ്ഞു. ആയുധമില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒളിച്ചുകളി അധികം നേരം തുടരുവാനാവില്ലെന്നറിയാം. സഹായത്തിനടുക്കുന്നവരെ ഭഗദത്തൻ്റെ അമ്പുകൾ അടക്കി നിർത്തിയിരുന്നു. ആഘോഷിച്ചുകൊണ്ട് വന്ന 5 ഭടന്മാർ 3 പേർ വീണു. മുകളിലിരിക്കുന്ന ഭഗദത്തൻ എൻ്റെ അപകടസന്ധി കണ്ട് ആഹ്ലാദിക്കുന്നുണ്ട്. അപ്പോൾ കുരുക്ഷേത്രം മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഒരു ഗർജനം കേട്ടു. ആനപ്പുറത്തിരിക്കുന്ന മറ്റൊരു യോദ്ധാവ് എൻ്റെ സഹായത്തിന്, ഘടോൽക്കജൻ. ആനയും ഘടോൽക്കജനും ഒരുമിച്ചാണ് ചിഹ്നം വിളിച്ചതെന്ന് തോന്നി. മലകൾ കൂട്ടിമുട്ടി. ഭഗദത്തൻ്റെ കൊമ്പൻ തെറിച്ചുപോയി. ഗുഹ വിട്ടിറങ്ങി. വെളിച്ചം കണ്ടവനെ പോലെ അന്തം വിട്ടു നിൽക്കുന്ന എന്നെ നോക്കി അവൻ പറഞ്ഞു, ഇവിടെ ഇവിടെ. ആനപ്പുറത്തിരുന്ന് നീട്ടിയ കുന്തമനിയിൽ പിടിച്ച് ഞാൻ അവൻ്റെ പിന്നിൽ കയറി.
രണ്ടാനകളെയും കൊണ്ട് അവൻ്റെ സഹായത്തിനെത്തിയ സഹായികളിൽ ഒരുവന്റെ അടുത്തേക്ക് സ്വന്തം ആനയെ എനിക്ക് വിട്ടുനിന്ന് അവൻ ലാഘവത്തോടെ ചാടി. ഭഗദത്തിന്റെ സൈന്യം അവന്റെ നേർക്ക് അമ്പുകളും കുന്തകളും വർഷിച്ചു. ഘടോത്കചൻ യുദ്ധം രസിക്കുന്നു. അകലത്തു നിന്ന് 3 വൻ തേരുകൾ വരുന്നത് കണ്ട് ഞാൻ ചാടിയിറങ്ങി. വീണ്ടും തേർതട്ടിൽ കയറി. വന്നത് ഭീഷ്മാചാര്യരായിരുന്നു. ഞങ്ങൾക്ക് നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നത് ആദ്യമായിട്ടായിരുന്നു. എൻ്റെ കൊടിമരം ആദ്യത്തെ ശരവർഷത്തിൽ തന്നെ തകർന്നു. 95 ഭീഷ്മാചാര്യരുടെ കൈവേഗവും ലക്ഷ്യക്കാഴ്ചയും എന്നെ അത്ഭുതപ്പെടുത്തി. കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമന് ജയിച്ചേ പറ്റൂ. എൻ്റെ വില്ലുണർന്ന പോലെ തോന്നി. അനുസൃത കീടം കൊടുക്കാതെ വിരൽത്തുമ്പുകൾ ഞാൻ എൻ്റെ ഹൃദയം തടിപ്പിച്ചു. എവിടെ നിന്നോ കേൾക്കുന്ന ഘടോത്കചന്റെയും കാട്ടാളരുടെയും കൊലവിളികൾ മഗധീയത്തെ പോലെ മാധുര്യമായി. പിതാമഹൻ തേർ തിരിച്ച് പിൻവാങ്ങിയപ്പോഴേക്കും എൻ്റെ കരിയിടങ്ങളിരുന്നില്ല. ഭഗദത്തിന്റെ ആനയുടെ കാൽ കീഴിൽ ഒഴിച്ച വിനാഴികയെ ഒഴിച്ചാൽ ആകെപ്പാടെ ഞാൻ സംതൃപ്തനായ ദിവസം. വലിയ വിജയങ്ങളൊന്നും നേടാനാവാത്ത ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞപ്പോൾ തന്ത്രോലോചന സദസ്സിൽ വീണ്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രമായി. ഭീഷ്മരെ വിട്ടുകളയുന്നതിൽ യുധിഷ്ഠിരൻ ശിഖണ്ഡിയെ കുറ്റപ്പെടുത്തി. സേനാപതി വീഴുന്നതാണ് തളർച്ചയുടെ ആദ്യഘട്ടം. ശിഖണ്ഡി മരിച്ച കണ്ണുകളിൽ ഭാവഭേദമൊന്നുമില്ലാതെ കേട്ടുനിന്നു. മക്കളുടെ കൂട്ടുനിന്ന് അഭിമന്യു മാത്രമായിരുന്നു ആലോചനകളിൽ പങ്കുചേർന്നത്. അന്നും അയാൾ എൻ്റെ കൂടെ കൂടാരം വരെ നടന്നു. കഴിഞ്ഞ 7 ദിവസത്തിനിടയ്ക്ക് കുറേ നഷ്ടങ്ങൾ പറ്റി, വീഴ്ചകൾ, ഒരു വലിയ നേട്ടവും ഉണ്ടായി. അഭിമന്യു പറഞ്ഞു. നേട്ടമെന്നല്ല പറയേണ്ടത്, ഭാഗ്യം തന്നെ. കർണൻ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നതിനെ പറ്റിയായിരിക്കും ഉദ്ദേശിച്ചെന്ന് തോന്നി. അല്ല, കാട്ടാളന്മാരുടെ വരവ്. ഓ ഘടോത്കചൻ! വൃതനെ കൊന്ന വജ്രായുധമെടുത്ത് ഇന്ദ്രനെ തന്നെ മുമ്പിൽ നിന്നാലും വിറയ്ക്കാത്ത യോദ്ധാവ്. എല്ലാ ആയുധവും തുല്യം. കാട്ടുകുതിരകളാണ് രഥങ്ങളിൽ. എന്തൊരു വേഗം! അയാളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ നിസാരരാണ് വല്യച്ഛ. എന്നിട്ട് മനോഹരമായ ഒരു മന്ദസ്മിതത്തോട് പതുക്കെ പറഞ്ഞു. നിങ്ങളൊക്കെ എന്ന് ഞാൻ പറയുന്നില്ല. 8ാം നാളിൽ ദുര്യോധനെ എന്നിൽ നിന്ന് രക്ഷിച്ചത് ഭീഷ്മാചാര്യരായിരുന്നു. അർജുനന്റെ ധർമ്മഭീതിയല്ല ആചാര്യനെ നേടുമ്പോൾ എന്നെ കുഴക്കിയിരുന്നത്. ഇളം പ്രായത്തിൽ കൃപാചാര്യരുടെ ശിക്ഷണം കണ്ടു നിൽക്കുമ്പോൾ ഇടയ്ക്ക് ചെയ്തിരുന്നത് പോലെ ഏത് നിമിഷത്തിലാണ് ചിരിച്ച് മന്ദ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്നത് എന്ന് ഞാൻ ഭയപ്പെട്ടു. അസ്ത്രദൂരത്തിൽ നരച്ച താടിക്ക് നടുവിലെ മുഖത്തിന്റെ ഭാവം എനിക്ക് വ്യക്തമായി കാണുവാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഉഗ്രമായി പൊരുതിയെടുക്കുക തന്നെ ചെയ്തു. അതിനിടയ്ക്കാണ് ഇരുവശത്തു നിന്നും കൗരവ സഹോദരന്മാരുടെ ആക്രമണം ഉണ്ടായത്. വൃഗോധനെ വധിച്ച് ഖ്യാതി നേടുവാൻ വരുന്ന ഇളയ സഹോദരന്മാർ അടുത്തവർക്ക് പിൻവാങ്ങുകയാണെന്ന് ധാരണയുണ്ടായി. വിദഗ്ധനായ വിശോകൻ തേർ കുറച്ച് അകലത്തേക്ക് മാറ്റിയപ്പോഴേക്ക് വിജയം മണത്ത യുവാവൻ ഒന്നു ചേർന്ന് ആർത്തു പിടിച്ചെടുത്തു. ഞാൻ കാത്തു നിന്നതും അതാണ്. ആദ്യത്തെ 3 പേരെ അമ്പുകൊണ്ട് വീഴ്ത്തി വെറും കൈ യുദ്ധത്തിന് എന്നെ കൂട്ടുമായി പൊതിഞ്ഞ് അവരുടെ അജ്ഞത. അരനാഴിക നേരം വേണ്ടി വന്നില്ല. 12 ദേഹങ്ങൾ നിലം പൊട്ടി. അമ്പുകൾ പുറത്തും മാറത്തിലുമായി കാളത്തൊലത്തിൽ പറിച്ചെടുത്തു. ഇടത്തെ ഭുജത്തിൽ ഒരു കീറൽ നിന്ന് മാത്രം ചോര പൊടിഞ്ഞു. തിരിച്ചെത്തിയ ഞാൻ അന്ന് തന്ത്രാലോചനയ്ക്ക് പോയില്ല. എന്തെങ്കിലും സാരമായ മുറിവുകളുണ്ടോ എന്നറിയുവാൻ അഭിമന്യു വന്നു. ഒന്നുമില്ല. അപ്പോഴാണ് അറിഞ്ഞത് യുവാക്കളുടെ സംഘത്തിലുള്ള ഇരാവൻ ഉലൂബിയിൽ അർജുനനുണ്ടായ നാഗയുവാവ് മരിച്ചു. ശകുനിയുടെ സഹോദരന്മാരെ വധിച്ച ശേഷം വീണ ഈരാവാനെ അഭിമന്യു പ്രശംസിച്ചു. അലംബുഷൻ എന്നൊരു കാട്ടാളനാണ് ഈരാവാനെ വധിച്ചത്. ദുര്യോധന പക്ഷത്തിലും കാട്ടാളപ്പടയുണ്ട്. അലംബുഷനെ പിന്നീട് ഘടോത്കചൻ വധിച്ചു. വെട്ടിയെടുത്ത അലംബുലക്ഷന്റെ തലയും തൂക്കിപ്പിടിച്ചുകൊണ്ട് അർജുനൻ കൊടുക്കാൻ പോയ ഘടോത്കചനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അഭിമന്യുവാണത്രേ. അയാൾ അത് പിന്നെ ദുര്യോധനന്റെ തേരിലേക്ക് എറിഞ്ഞു. അടുത്ത ദിവസം പടയണികൾ മാറി മാറി ഇളകി. ഈന്തൽക്കാട്ടിൽ കിടന്ന മഗധജലം പോലെ നാശം വിധിച്ച ഘടോത്കചനാണ് നിറഞ്ഞു നിന്നത്. ഒരു ഘട്ടത്തിൽ അവന് പിന്തുണ നൽകുവാൻ ഞാനുമെത്തി. ഭീഷ്മ പിതാമഹന് 90 95 ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ കൊണ്ട് പലരും രക്ഷപ്പെടുന്നു. ഇന്നും അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അർജുനൻ തളർന്നു. ചമ്മട്ടി എടുത്ത് ചാടി കടന്നാക്രമിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. കൃഷ്ണൻ പറഞ്ഞു. അർജുനൻ സമ്മതിച്ചില്ല. ചമ്മട്ടി ഒരു ആയുധമല്ല, ആയുധമൊഴുക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അർജുനൻ ആക്രമണത്തിന്റെ രീതികൾ മാറ്റി. ഇടത്ത് യുവാമാന്യു, വലത് ഉത്തമ മോജ്, മുന്നിൽ ശിഖണ്ഡി. ഭീഷ്മാചാര്യനെ കവചം പോലെ തടഞ്ഞു നിൽക്കുന്നത് ഇതുവരെ ദുര്യോധനന്റെ മക്കളായിരുന്നു. ദുശാസനെ കൂടി അത് ഏൽപ്പിച്ചിരിക്കുന്നുവെത്ര വാർത്തകൾ ചാരന്മാർ പറഞ്ഞു. അന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ അഭിമന്യു പറഞ്ഞു, നാളെ ഭീഷ്മാചാര്യൻ വീഴും. എങ്ങനെ ഉറപ്പിച്ചു? പുതിയ സംവിധാനം. പിന്നെ അച്ഛൻ്റെ കണ്ണുകളിൽ തീരുമാനം ഞാൻ കണ്ടു. ആചാര്യൻ വീഴുന്നത് അച്ഛൻ്റെ അമ്പുകൾ കൊണ്ടാവും. ശിഖണ്ഡിയാണ് വീഴ്ത്തിയതെന്ന് ആളുകൾക്ക് തോന്നും. അഭിമന്യു വിശദീകരിച്ചു. അച്ഛനും ദുശാസനും തമ്മിൽ, ശിഖണ്ഡിയും ഭീഷ്മാചാര്യനും തമ്മിൽ. അതിനിടയ്ക്ക് പരസ്പരം ലക്ഷ്യം മാറും. കണ്ടോളൂ. അഭിമന്യുവിൻ്റെ ബുദ്ധിവൈഭവം എന്നെ അത്ഭുതപ്പെടുത്തി. യുദ്ധം കൊടുമ്പിരി കൊണ്ട 10ാം നാളിൽ യുധിഷ്ഠിരൻ തന്നെ ഭീഷ്മാചാര്യരോട് ഏറ്റു.
ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനാവാത്തത്ര ധീരതയോടെ പൊരുതി. പിന്നീട് കുതിച്ചെത്തിയ ശിഖണ്ഡിക്കും അർജുനനും വേണ്ടി പിൻവാങ്ങി. ദുര്യോധനന്റെ തേർത്തിരികൾ അന്ന് വിശ്രമിച്ചിട്ടില്ല. നിർദ്ദേശങ്ങളും ശകാരങ്ങളും കൊണ്ട് വീരം കൂട്ടുവാൻ കൗരവപ്പട ഇല്ലാത്തടത്തോളം അയാളുടെ തേരുന്നത് കണ്ടു. എന്റെ കരബലവും ആയുധബലവും പൂർണ്ണമായി പരീക്ഷിക്കപ്പെട്ട ദിവസം. പാണ്ഡവപക്ഷം ഭീഷ്മരെ വീഴ്ത്താനാണ് തലേന്ന് ഉറപ്പിച്ചതെങ്കിൽ കൗരവർ എന്നെ വീഴ്ത്താനാണ് ശബ്ദം ചെയ്തിരിക്കുന്നതെന്ന് തോന്നി. ഭഗദത്തൻ പോർവിളിയോടെ വന്നപ്പോൾ ഞാൻ നേരിട്ടു. കൃപാചാര്യരും ശല്യനും കൃതവർമാവും, കൃഷ്ണന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട കൃതവർമാവും. സുഭദ്രയെ വിവാഹം കഴിക്കുവാൻ മോഹിച്ചത് അയാളായിരുന്നു അത്രേ. രക്ഷപ്പെടാൻ ഒടുങ്ങിയിരിക്കുന്നത് കരുതി പുതിയ സംഘങ്ങൾ കൂടി കൗരവരുടെ വലയത്തിൽ ബലം കൂട്ടി. ജയദ്രഥനും സിന്ധുവിലെയും അവന്തിയിലെയും യോദ്ധാക്കൾ. മഹാരഥികളായ ഒന്നിലേറെ പ്രയോഗികളെ കൊണ്ട് ധർമ്മയുദ്ധ നിയമങ്ങൾ പാലിക്കുന്നതിനർത്ഥമില്ല. നിയമം ലംഘിക്കുവാൻ ജയദ്രഥനും മടിക്കില്ല എന്നറിയാം. അയാളുടെ തേരാളിയെയും കുതിരകളെയും വീഴ്ത്തി ഉടനെ അയാൾ ദുര്യോധന സഹോദരൻ ചന്ദ്രസേനന്റെ തേരിൽ കയറി. എൻ്റെ ഇരുവശത്തും യുദ്ധം ചെയ്ത വിരാടത്തിലെ യോദ്ധാക്കൾ മരണത്തെ വെല്ലുവിളിച്ചു. ജയദ്രഥൻ എൻ്റെ ശിരസ് ലാക്കാക്കി എറിഞ്ഞ ഒരു പിലികുന്തത്തിൽ അവരെല്ലാമാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ ഭഗദത്തനും സംഘവും കൂടുതൽ അടുക്കുകയായിരുന്നു. എൻ്റെ രക്ഷയ്ക്കായി ഒരു രഥവ്യൂഹം പറന്നെടുത്തു. അഭിമന്യു 16-ഉം 35-ഉം തമ്മിലുള്ള പ്രായവ്യത്യാസം ഞാൻ കണ്ടു. ഞങ്ങൾക്ക് യുദ്ധം തൊഴിലും ദർഭവുമാണെങ്കിൽ അഭിമന്യുവിന് അലങ്കാരവും വിനോദവുമാണ്. വൃദ്ധനായ കൃപാചാര്യരുടെ ലക്ഷ്യക്കുറവിനെ വാക്കുകളാൽ അവൻ അപഹരിച്ചു. കൃതവർമാവ് പിന്തിരിഞ്ഞോടി. ഭഗദത്തൻ പിൻനിരയിലേക്ക് ഒതുങ്ങി. ഒന്ന് ആശ്വസിക്കാൻ ഇടകിട്ടിയപ്പോൾ അഭിമന്യു പറഞ്ഞു, ആളുകൾ അച്ഛൻ്റെ അസ്ത്രവിദ്യയെപ്പറ്റി മാത്രമേ പറയാറുള്ളൂ. കയ്യും ഗതയും മാത്രമാണ് വല്യച്ഛന് സ്വാധീനം എന്നാണ് ഞാൻ ഇന്നോളം ധരിച്ചത്. സത്യത്തിൽ ഞാൻ വിസ്മയിച്ചുപോയി. വരും തലമുറയുടെ അഭിനന്ദനം ഒരു സ്വകാര്യനിധിയെ പോലെ സൂക്ഷിക്കുവാൻ ഞാൻ മനസ്സിൽ കരുതി. അവർ 7 പേരുണ്ടായിരുന്നു. 7 അല്ല 10. വിന്ദാനുവിന്ദന്മാരും വികർണനുമടക്കം 10. 10 കെങ്കേമന്മാർ. 10 പേരോട് ഒറ്റയ്ക്ക് പൊഴുവാൻ ആരുണ്ടിവിടെ? അവൻ്റെ അഭിനന്ദനത്തിൽ അഭിമാനം കൊണ്ട് മനം കുളിർന്ന ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛൻ അർജുനനുണ്ട്, പിന്നെ നീയും. അർജുനൻ യുദ്ധം ചെയ്യുന്നതിനടുത്തേക്ക് ഞാൻ കുതിച്ചു. പകുതിയിടം കടന്നപ്പോൾ കൗരവപ്പടയിൽ നിന്ന് ഒരു ആരവം ഉയരുന്നത് കേട്ടു. അടുത്തെത്തി. പൊടിയടങ്ങി തെളിഞ്ഞപ്പോൾ കണ്ടു അവിടെ യുദ്ധം നിന്നിരിക്കുന്നു. വീണ് കിടക്കുന്ന യോദ്ധാവിനെ നോക്കി. മാർസട്ട പിളർന്ന് മേലാകെ അമ്പേറ്റ് വീണ് കിടക്കുന്ന മഹാമയൻ ഭീഷ്മാചാര്യൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറ്റബോധത്തോടെ അർജുനൻ നിൽക്കുന്നു. യുദ്ധം നിർത്തുന്ന ഭേരീനാഥം മുഴങ്ങി. വീണ സേനാധിപതിയുടെ നേർക്ക് കൗരവരുടെ തീരുകൾ വരുന്നതും കണ്ടു. കഴുതകളെ കെട്ടിയ വണ്ടികളുമായി മൃതദേഹങ്ങൾ എടുത്തുവിടാൻ കാകന്മാരും ചാണ്ടാളന്മാരും പടക്കളത്തിലേക്ക് നടന്നു. തുടരും.